രണ്ടാഴ്ച മുമ്പാണ് കൊട്ടിയൂർ സ്വദേശിയും +1 വിദ്യാർത്ഥിയുമായ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചത്. ആശങ്കയിലായ രക്ഷിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ പള്ളി വികാരിയാണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതെന്ന് കണ്ടെത്തി. നാണക്കേടും ഭീഷണിയും ഭയന്ന് ഇക്കാര്യം പുറത്തു പറയാതെ മൂടിവെക്കുകയാണ് വീട്ടുകാർ ചെയ്തത്. കഴിഞ്ഞ ദിവസം പള്ളി വികാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന ഊമക്കത്ത് ചൈൽഡ് ലൈൻ ലഭിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കണ്ടെത്തി മൊഴിയെടുത്തു. കൊട്ടിയൂർ നീണ്ടുനോക്കിയ പള്ളി വികാരി റോബിൻ വടക്കുംചേരി പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി മൊഴി നൽകി. ഈ മൊഴി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് കേസെടുക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമം ഉണ്ടായതായും ആരോപണമുണ്ട്. പണം കൊടുത്തും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയും മതമേലധ്യക്ഷന്മാരെ ഇടപെടുത്തിയും കേസിൽ നിന്ന് കുടുംബത്തെ പിന്തിരിപ്പിക്കാനും ശ്രമം നടന്നതായി പറയപ്പെടുന്നു. മാത്രമല്ല, പീഡനത്തിന്റെ ഉത്തരവാദിത്വം പെൺകുട്ടിയുടെ പിതാവിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ക്രൂരമായ നീക്കവും നടന്നു. സമ്മർദ്ദം മൂലം പോലീസിന്റെ അന്വേഷണവും കാര്യക്ഷമമായിരുന്നില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചുനിന്നതോടെ പോക്സോ അടക്കം ചേർത്ത് 476 വകുപ്പനുസരിച്ച് കേളകം പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ വികാരി ഒളിവിൽ പോയി. തൃശൂർ സ്വദേശിയായ വികാരി റോബിൻ വടക്കഞ്ചേരി കഴിഞ്ഞ ദിവസം താൻ ധ്യാനത്തിന് പോവുകയാണെന്നും അത് കഴിഞ്ഞ് കാനഡയ്ക്ക് പോകുമെന്നും പള്ളിയിൽ ചിലരോട് പറഞ്ഞതായും നാട്ടുകാർ പറയുന്നു. ഇത് ഒളിവിൽ പോകാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായാണ് കരുതുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെയും നവജാത ശിശുവിനെയും വയനാട്ടിലെ ശിശുഭവനിലേക്ക് മാറ്റിയിട്ടുണ്ട്.